സദ്ഗുരുവേ ശരണം. ഹാസ് ആൻഡ് ഹാവ്, ഇവർ രണ്ടുപേരും കുറെ നാളായിട്ട് നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരെ ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഡൂവിന്റെ ഡസിന്റെയും വീഡിയോ കണ്ടിട്ടായിരിക്കും എന്നെ ഇവര് ഫോൺ ചെയ്തേട്ടോ. എന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞങ്ങളുടെ കാര്യം കൂടെ ഒന്ന് പറയണം, ഞങ്ങളെ ഇങ്ങനെ ആൾക്കാർ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു ഹാസും ഹാവും ഉണ്ട് പോലും, എവിടെ നോക്കിയാലും അവരെ കാണാം. ഒരു സ്ഥലത്ത് അവരെ പിടിച്ചിരുത്തുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാം അവർ വേറൊരു സ്ഥലത്തിരിക്കുന്നു. ഇതെന്ത് മനുഷ്യരാണ്? അപ്പോൾ ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ഞങ്ങൾ കുറെ നാളായി കേൾക്കുന്നു ടീച്ചർ, അപ്പോൾ ടീച്ചർ ഒന്ന് പറയണേ എന്നൊരു അഭ്യർത്ഥന. അപ്പോൾ അവരുടെ ആ അഭ്യർത്ഥന നമ്മൾ മാനിക്കണ്ടേ? അപ്പോൾ ഈ വീഡിയോയിൽ ഇന്ന് അവരുടെ പരാതി നമുക്ക് തീർക്കാം. ഓക്കെ, സോ വെൽക്കം ടു ഇംഗ്ലീഷ് ഗുരുസ് ബ്രാൻഡ് ന്യൂ എപ്പിസോഡ്. ഐ എം ആശാലത ശ്രീജിത്ത്. ഇനി ഇവരുടെ ഒരു മൂത്ത ചേട്ടനുണ്ട് ഹാഡ്, അദ്ദേഹത്തിനെ നമുക്ക് സെപ്പറേറ്റ് വിളിക്കാം കേട്ടോ. നമ്മൾ ഡിഡിനെ വിളിച്ചില്ലേ അതേപോലെ. ഇപ്പൊ നമുക്ക് തൽക്കാലം ഹാസിനെയും ഹാവിനെയും കുറിച്ച് മാത്രം സംസാരിക്കാം. ആദ്യം തന്നെ ഇവരുടെ ഒരു കുടുംബ പാരമ്പര്യത്തെ കുറിച്ച് പറയട്ടെ. ടു ഹാവ് എന്ന് പറയുന്ന ഒരു വേർബിന്റെ അതേ രക്തമാണ് ഇവർ രണ്ടുപേരും. ആ വേർബിന്റെ രണ്ട് ഫോംസ് ആണ് ഇവര്, ഹാസും ഹാവും. അവർ ഓരോ സൗകര്യവും സന്ദർഭം അനുസരിച്ച് ഹാസും ഹാവും ആയിക്കളയും. അങ്ങനെയുള്ള രണ്ടു പേരാണ് ഇവര്. ഇപ്പൊ സബ്ജക്റ്റ് അനുസരിച്ചും സന്ദർഭം കോണ്ടെക്സ്റ്റ് അനുസരിച്ചും ഇവര് മാറി മാറി വരും. ഇവർക്ക് രണ്ടർത്ഥമുണ്ട് കേട്ടോ. ഒന്ന്, ഉണ്ട് എന്നൊരർത്ഥം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് പറയണ്ടേ, എനിക്കൊരു കാർ ഉണ്ട് അല്ലെ, അങ്ങനെ പറയണമെങ്കിൽ, എന്തെങ്കിലും നമ്മൾ ഓൺ ചെയ്യുന്നു, അവൾക്കൊരു വീടുണ്ട്, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് ഇവര് വേണം, ഹാസ് വേണം, ഹാവ് വേണം. ഇനി അവരെ വേറൊരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും. അതെങ്ങനെയാണെന്നറിയോ? നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ കഴിഞ്ഞ ജസ്റ്റ് ഇതാ ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങൾ പറയാൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിനെ ഫോം ചെയ്യാനായിട്ട് ഇവർ രണ്ടുപേരും വേണം. അപ്പൊ അവിടെ അവര് സഹായക്രിയകളാണ്. പക്ഷെ ഉണ്ട് അല്ലെങ്കിൽ കഴിച്ചു എന്നുള്ള അർത്ഥത്തിൽ അവർ മെയിൻ വേർബ്സ് ആണ് കേട്ടോ, പ്രധാന ആൾക്കാരാണ്. ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ മാത്രമല്ല, പല പല സ്ഥലങ്ങളിൽ നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പൊ തുടങ്ങിയാലോ? എനിക്ക് 10 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. എനിക്ക് അപ്പൊ ഐയുടെ കൂടെ എപ്പോഴും ഹാവ് ആണ് വരുന്നത്. അതിന് കാരണം എന്താണെന്നറിയോ? ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റ് പേരെന്താണ്? സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. ആ എഗ്രിമെന്റ് പ്രകാരം ചില ആൾക്കാരുടെ കൂടെ ഹാവ് ഇരിക്കും, ചില ആൾക്കാരുടെ കൂടെ ആരിയിരിക്കും? ഹാസ് ഇരിക്കും. ഇത് ഡൂൻ ഡസിന്റെ വീഡിയോ കണ്ടവർക്ക് അറിയാലോ. അതേ എഗ്രിമെന്റ് ഇവരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഐ പറഞ്ഞു, ഞാൻ ഒരാളെ ഉള്ളൂ, പക്ഷെ എനിക്ക് ഹാവിനെ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ, എന്നാ പിടിച്ചോ അയ്യേ, നീ ഹാവിനെ പിടിച്ചോ എന്ന് ഐനെ വിളിച്ചാണ്, അയ്യേ നീ ഹാവിനെ പിടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഐയുടെ കൂടെ എപ്പോഴും ഹാവ് വരും. പക്ഷെ ബാക്കി എല്ലായിടത്തും ഒരുപാട് പേരുള്ളപ്പോഴാണ് ഹാവ് വരിക. ഒരാളുള്ളപ്പം ഹാസ് ആണ് വരുന്നത്. മനസ്സിലായി? അപ്പൊ എനിക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ ഐ ഹാവ് എ മീറ്റിംഗ് അറ്റ് 10 AM. ഇനി അവൾക്കൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറയാനായിരുന്നെങ്കിലോ, ഷീ ഹാസ് എ മീറ്റിംഗ് അറ്റ് 10 AM. അപ്പൊ അവിടെ ഉണ്ട്, മീറ്റിംഗ് ഉണ്ട്. അവൾക്കൊരു നീലക്കാറുണ്ട് എന്നെങ്ങനെ പറയും? ഷീ ഹാസ് എ ബ്ലൂ കാർ. അവൾ എന്നും 1 മണിക്കാണ് ഊണ് കഴിക്കാറ്. ഷീ ഹാസ് ലഞ്ച് അറ്റ് 1 PM. അപ്പൊ എന്നും 1 മണിക്കാണ് ഊണ് കഴിക്കാറ്. ഷീ ഹാസ് ലഞ്ച്. അവിടെ കഴിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഹാസ് വന്നിരിക്കുന്നത്. ഇനി ഞാൻ ഊണ് കഴിക്കാറ് 1 മണിക്കാണെന്ന് എങ്ങനെ പറയും? ഐ ഹാവ് ലഞ്ച് അറ്റ് 1 PM. എന്നും ഞാൻ ഊണ് കഴിക്കുന്നത് 1 മണിക്കാണ്. ഇപ്പൊ ഹാസിന്റെയും ഹാവിന്റെയും പ്രധാനപ്പെട്ട ആ ഒരു ജോലി നമ്മൾ ഇവിടെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി അവരെ നമ്മൾ എവിടെയാ കാണുന്നത്? എപ്പോഴും കാണുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. അതായത് ഇപ്പൊ പൂർത്തിയായ. ഇപ്പൊ ആരെങ്കിലും ചോദിക്കും, അവള് വന്നോ? ആ പിന്നെ അവള് വന്നിട്ടുണ്ട്, ഇപ്പൊ വന്നിട്ടുണ്ട് എന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് കം. അതെല്ലാരും ഓർത്തു വെച്ചു. ആരെങ്കിലും വന്നോന്ന് ചോദിച്ചാൽ ആ വന്നു എന്ന് പറയാൻ ഷീ ഹാസ് കം, ഹി ഹാസ് കം, ദേ ഹാവ് കം. അപ്പൊ ദേ വരുമ്പോ ഹാവ് വരുന്നു. ദേ ഹാവ് കം എന്ന് പറയണം. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാള് വന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, എവിടെ ബ്രദർ എവിടെ പോയി? അപ്പൊ പറയാണ്, അവൻ കടയിൽ പോയിരിക്കാം. ഹി ഹാസ് ഗോൺ ടു ദ ഷോപ്പ് എന്നാണ്. കാരണം ഇപ്പൊ അവിടെ ഇല്ല, ഇതാ ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. അപ്പൊ ഹി ഹാസ് ഗോൺ ടു ദ ഷോപ്പ്. ഇപ്പൊ നമ്മുടെ അടുത്ത് ആരെങ്കിലും ചോദിക്കുകയാണ്, നീ ഊണ് കഴിച്ചോ? ഉച്ച സമയമായി, ഒരു 1:30 മണിയൊക്കെ ആയി. അപ്പൊ ചോദിക്കുകയാണ്, നീ ഊണ് കഴിച്ചോ? അപ്പോ നമ്മൾ പറയും, ആ ഞാൻ കഴിച്ചു. ഐ ഹാവ് ഹാഡ് മൈ ലഞ്ച് എന്ന് പറയണം.
അപ്പൊ ഇവിടെ ആദ്യത്തെ ഹാവ് എന്ന് പറയുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കാൻ വേണ്ടി വന്ന ഹാവ് ആണിത്. കാരണം ഇപ്പൊ പൂർത്തിയായ ഒരു കർമ്മത്തിനെ കുറിച്ച് പറയാൻ ആ സെന്റൻസിൽ ആ മീനിങ് കൊടുക്കാൻ വേണ്ടി ഹാവ് വന്നിരിക്കണം കേട്ടോ. ഒരു സഹായക്രിയയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ ഹാഡ് ആണ്. കഴിക്കുക അല്ലെങ്കിൽ ഉണ്ട് എന്ന് പറയുന്ന ആ മെയിൻ അർത്ഥം വരുന്ന ഹാസിന്റെയും ഹാവിന്റെയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, മൂത്ത ചേട്ടനാണ് ഹാഡ്. മനസ്സിലായോ? അപ്പം ഇനി പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഹാസും ഹാവും വരുമ്പോ അവരാരാണ്? അവര് സഹായക്രിയകളാണ് അല്ലെ, ഓക്സിലറി വേർബ്സ് ആണ്. അവിടെ അവര് വെറും സഹായക്രിയകളായിട്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ വരുന്ന മെയിൻ വേർബ് ആരായിരിക്കും എന്നറിയോ? ഈ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് ഇവരുടെ കൂടെ വരാൻ പോകുന്നത്. അപ്പൊ കഴിച്ചു എന്നുള്ള ആ മെയിൻ വേർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമായ ഹാഡ് ആണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഹാഡ്. പല കുട്ടികൾക്കും അല്ലെങ്കിൽ പലർക്കും സംശയം ഉണ്ടാവും, ഇതെന്താ ഹാവും ഹാഡും അടുത്ത് വന്നിരിക്കുന്നത്? അത് എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുന്നത് ഇതിന്റെ ഈ രണ്ട് അർത്ഥങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇനി അവൾ കഴിച്ചു എന്ന് പറയാൻ എങ്ങനെ പറയാം? ഷീ ഹാസ് ഹാഡ് ഹെർ ലഞ്ച് എന്ന് പറയണം. അവിടെ ഷീയുടെ കൂടെ ഹാസ് ആണ് വരിക അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സബ്ജക്ട് വേർബ് എഗ്രിമെന്റ്. അപ്പൊ ഷീ ഹാസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാഡ്. ഷീ ഹാസ് ഹാഡ് ഹെർ ലഞ്ച്. അവൾ ഊണ് കഴിച്ചു. ഈ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വേറെ ഒരു അർത്ഥത്തിലും കൂടെ നമ്മൾ ഉപയോഗിക്കും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ പോയിട്ടുണ്ട് എന്ന് പറയണം. അത് നമ്മൾ എന്ന് പോയി എന്ന് നമ്മൾ പറയുന്നില്ല. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്, ഞാൻ ആ ബുക്ക് വായിച്ചിട്ടുണ്ട്, ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് എന്ന് നമ്മൾ വെറുതെ പറയില്ലേ? സിമ്പിൾ ആയിട്ട് ടൈം ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ ആ ബുക്ക് വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ പോയിട്ടുണ്ടെന്ന് നമ്മൾ ചുമ്മാ പറഞ്ഞു നോക്കൂ. ആ അർത്ഥത്തില് നീ പോയിട്ടുണ്ടോ? പിന്നെ ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. അപ്പൊ എങ്ങനെ പറയും? അവിടെ വെന്റ് എന്നൊന്നും പറയരുത്. പോയിട്ട് നിങ്ങൾ തിരിച്ചു വന്നു അല്ലേ? പോയിട്ടുണ്ടെന്നാണ്. എന്നോ ഒരു ദിവസം നിങ്ങൾ പോയി, ഇപ്പൊ നിങ്ങൾ ഇവിടെ നിൽക്കുക. അപ്പോ എന്താ പറയേണ്ടത് അറിയോ? ഐ ഹാവ് ബീൻ ടു ഡൽഹി. ഞാൻ ഡൽഹിയിൽ പോയിട്ടുണ്ട്. ആ അർത്ഥവും പ്രസന്റ് പെർഫെക്റ്റിനുണ്ട് കേട്ടോ. ഇനി അവൾ ഡൽഹിയിൽ പോയിട്ടുണ്ടെന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ ടു ഡൽഹി. അപ്പൊ ബീൻ ടു ഡൽഹി എന്ന് പറയുമ്പോൾ അർത്ഥം ഡൽഹി പോയിട്ട് തിരിച്ചു വന്നു. ഇപ്പൊ ഡൽഹിയിലല്ല, പക്ഷെ അവൾ ഇപ്പൊ ഡൽഹിയിലാണ്, ഇപ്പൊ പോയിട്ടുണ്ട്, ജസ്റ്റ് ഇപ്പൊ പോയി, ഇപ്പൊ ഫ്ലൈറ്റിൽ കയറി അവൾ ഡൽഹിയിൽ പോയിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊരാൾ വന്ന് അന്വേഷിക്കുകയാണ്, നമ്മുടെ സിസ്റ്റർ അല്ലെങ്കിൽ ആരെങ്കിലും. അപ്പൊ പറയാം അവള് ഡൽഹി പോയിരിക്കുക എന്ന് പറയണമെങ്കിൽ എന്ത് പറയാം? അവള് ഡൽഹിയിലാണ്, ഇപ്പൊ ജസ്റ്റ് പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്ത് പറയും? ഷീ ഹാസ് ഗോൺ ടു ഡൽഹി എന്ന് പറയണം. വെൻ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ അത് ഇന്നലെ ഡൽഹി പോയി എന്നായിരിക്കണം. അതായത് പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ആണത്. അത് ഇന്നലെ ഡൽഹി പോയി എന്ന് പറയണമെങ്കിൽ ഷീ വെൻ ടു ഡൽഹി എസ്റ്റർഡേ. അപ്പൊ എസ്റ്റർഡേ എന്ന് പറയും, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് എന്ന് പറയും. അവിടെ സമയം എടുത്ത് പറയും എന്ന് പോയി എന്നുള്ളത്. അങ്ങനെ സമയം കൂടി ചേർത്ത് നമ്മൾ പോയ ഒരു കാര്യം പറയുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ വെന്റ് ഉപയോഗിക്കേണ്ടത്. അതിനാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ സിമ്പിൾ പാസ്റ്റും പ്രസന്റ് പെർഫെക്റ്റും എല്ലാവർക്കും കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഇതോടുകൂടി ഈ കൺഫ്യൂഷൻ മാറിയല്ലോ. ഇനി ഹാസിനെ ഹാവിനെ നമ്മൾ വേറൊരു കൂട്ടുകാരന്റെ കൂടെ മറ്റൊരു സ്ഥലത്ത് കാണും. അതേതറിയോ? പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കാണുന്നത്. ഇത് പേര് കേട്ടപ്പോൾ ഭയങ്കര കൊലകൊമ്പൻ പേരാണെങ്കിലും സംഭവം ഇത്രയേ ഉള്ളൂ. ഞാൻ രാവിലെ മുതൽ നിന്നെ ഇവിടെ കാത്തിരിക്കുക എന്ന് നമ്മൾ എന്നും പറയില്ലേ? അത് ആലോചിച്ചാൽ മതി. അപ്പൊ പറയണം, രാവിലെ മുതൽ ഞാൻ ഇവിടെ കാത്തിരിക്കുകയാണ് എന്ന് ആലോചിക്കണം. എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് പറയണം. എങ്ങനെയാണ് പറയാറിയോ? കാത്തിരിക്കുക എന്നുള്ളതിന് എന്ത് പറയും? വെയിറ്റ് ആണല്ലോ. പക്ഷെ അവിടെ നമ്മുടെ ഈ ടെൻസ് ഫോം ചെയ്യാനായിട്ട് ഇവര് വേണം. അപ്പൊ ഞാൻ ഐ ഹാവ് ബീൻ വെയിറ്റിംഗ്, ഇതാണ് ഒരു സ്ട്രക്ചർ. ഹാവ് ബീൻ വെയിറ്റ് പ്ലസ് ING, വേർബിന്റെ കൂടെ ING ചേർത്ത് ഹാവ് ബീൻ കൂടെ വരുമ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് കാത്തിരിക്കുകയാണ് എന്ന് അർത്ഥം വരും. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു. രാവിലെ മുതൽ, മുതൽ എന്ന് പറയാൻ സിൻസ് ആണ്, സിൻസ് മോർണിംഗ്. ഇനി ഞാൻ 2 മണിക്കൂറായിട്ട് നിന്നെ കാത്തിരിക്കുകയാണ്, ഇപ്പോഴും കാത്തിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ എന്ത് പറയും? ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ യു ഫോർ 2 hours എന്ന് പറയും, 2 മണിക്കൂറായിട്ട്. അപ്പൊ അവിടെ ഫോർ യൂസ് ചെയ്യും. മനസ്സിലായോ? മുതൽ എന്ന് പറയാൻ സിൻസും ഇത്രയും നേരമായിട്ട് എന്ന് പറയാൻ ഫോർ ഉപയോഗിക്കാം. അവൾ 2 മണിക്കൂറായിട്ട് ഉറങ്ങുകയാണ്. അത് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇടണം. ഇനിയിപ്പോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു ഡൗട്ട് ഉണ്ടാവും, അവൾ എവിടെ, അവൾ ഉറങ്ങുകയാണ് എന്ന് പറയാനാണെങ്കിൽ ഇതാണോ പറയേണ്ടതെന്ന്? ഇല്ലേ? ഇല്ല. അപ്പൊ ഇതല്ല പറയേണ്ടത്. അവൾ എന്ത്, അവൾ എവിടെ, അവൾ ഉറങ്ങുന്നു.
ഇപ്പൊ ഉറങ്ങാണ്, അതാ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറെ നേരമായിട്ടെന്നോ രാവിലെ മുതൽ ഉറങ്ങുകയാണോ എന്നൊന്നും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതാ ഇപ്പോ അവൾ ഉറങ്ങുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ പറയണം ഷീ ഇസ് സ്ലീപ്പിംഗ് എന്ന് പറഞ്ഞാൽ മതി. അവരെന്ത് ചെയ്യുന്നു? അവർ ഉറങ്ങുന്നു. ദേ ആർ സ്ലീപ്പിംഗ്. അപ്പൊ ഗ്രാമർ വേണം, പക്ഷെ അത് എങ്ങനെ വേണം? നമ്മൾ നിയമം ഓർക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് അത് എവിടെ ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ നിയമം ഓർക്കാതെ തന്നെ ഇത് പറയാൻ തുടങ്ങും. എനിക്ക് സമയം ഇപ്പൊ പോണം, പോയേ പറ്റൂ എന്നെങ്ങനെ പറയും? ഐ ഹാവ് ടു ലീവ് നൗ. അതായത് ഇനി ഒരു ഓപ്ഷൻ ഇല്ല, പോയേ പറ്റൂ. ഐ ഹാവ് ടു ലീവ് നൗ. നാളെ 10 മണിക്ക് നീ ഇവിടെ വരണം, ഒബ്ലിഗേഷൻ ആണ്, വന്നേ പറ്റൂ കേട്ടോ. ഇനി അതിനകത്ത് ഒരു വെള്ളവും ചേർക്കരുത്, വന്നേ പറ്റൂ. അപ്പൊ എങ്ങനെ പറയും? യു ഹാവ് ടു ബി ഹിയർ ബൈ 10 ടുമോറോ. ഇനി അടുത്തത് ഹാവിങ് എന്ന് പറയുന്ന ഒരു ഫോമില് നമുക്ക് ഹാവിനെ കാണാം. അവിടെ ഹാസിങ് എന്നൊരു വേർബ് ഇല്ല കേട്ടോ. അതുകൊണ്ട് ആരും ചോദിക്കേണ്ട ടീച്ചർ എന്താ ഷീയുടെ കൂടെ ഹാസിങ് വരില്ല. ഇല്ല, വരില്ല. ഹാസിങ് എന്ന് പറയുന്ന ഒരു വേർബ് ഇംഗ്ലീഷിൽ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഹാവിങ് മാത്രമേ ഉള്ളൂ. അപ്പൊ പൊതുവെ ഹാവിങ് എന്ന് നമ്മൾ പറയാറില്ല. ഐ ആം ഹാവിങ് എ കാർ എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. അങ്ങനെ ഹാവിങ് എന്ന് ഉണ്ട് എന്നുള്ള അർത്ഥത്തിൽ പറയില്ല. ഹാവിങ് ഇസ് യൂസ്ഡ് ടു ഡിസ്ക്രൈബ് ദി ആക്ട് ഓഫ് ഈറ്റിംഗ്. കഴിക്കുന്ന ആ ഒരു ആക്ടിനെ, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് ഹാവിങ് ഉപയോഗിക്കാം. ഇപ്പൊ ഒരു കോഫി കുടിക്കുകയാണ്, അപ്പൊ പറയാം ഐ ആം ഹാവിങ് എ കോഫി എന്ന് പറയാം. അതിൽ തെറ്റില്ല. ഷീ ആണെങ്കിലോ അതിന്റെ ഇടയ്ക്ക് ഈസ് വരും. ഷീ ഈസ് ഹാവിങ് എ കോഫി. മനസ്സിലായി? അപ്പൊ ഷീ ഈസ് ഹാസിങ് എന്ന് വരില്ല ഒരിക്കലും. അത് ഓർത്ത് വെച്ചേക്കണം. ഷീ ഈസ് ഹാവിങ് എ കോഫി. വി ആർ ഹാവിങ് കോഫി. ദേ ആർ ഹാവിങ് കോഫി. ഇപ്പൊ നീ എന്ത് ചെയ്യാ? ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുക. ഐ എം ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഐ എം ഹാവിങ് ലഞ്ച്. ഇനി ഹാസിനെയും ഹാവിനെയും നമുക്ക് ക്വസ്റ്റ്യൻസിൽ കാണാം. അവൾ ഊണ് കഴിച്ചോ എന്നെങ്ങനെ ചോദിക്കും? ഹാസ്. അവൾ ആയതുകൊണ്ട് ഹാസ്. ഹാസ് ഷീ. അപ്പൊ ഇവിടെ ഹാസ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വന്നിരിക്കുന്ന ഹാസ് ആണ്. ഓക്കെ, ഹാസ് ഷീ. അപ്പൊ ഹാസിന്റെ കൂടെ ആര് വരും? പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ കഴിച്ചു എന്നുള്ള ആ ഹാസിന്റെയും ഹാവിന്റെയും അർത്ഥത്തിൽ അതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആയ ഹാഡ് ഇവിടെ വരും. അപ്പം ഹാസ് ഷീ ഹാഡ് ഹർ ലഞ്ച്. അവൾ ഊണ് കഴിച്ചോ. അവർ കഴിച്ചോ അതെങ്ങനെ ചോദിക്കും? ഹാവ് ദേ ഹാഡ് their ലഞ്ച്. അവർ ഭക്ഷണം കഴിച്ചോ, ഊണ് കഴിച്ചോ. ഇനി അവൾ ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണോ ഇപ്പോ? അപ്പൊ എങ്ങനെ ചോദിക്കും? ഇപ്പൊ എന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് ചോദിക്കാൻ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ഫോം അല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ് ഷീ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അവള് ഭക്ഷണം കഴിക്കുകയാണോ? അവരിപ്പോ ഭക്ഷണം കഴിക്കുകയാണോ എന്ന് എങ്ങനെ ചോദിക്കും? ആർ ദേ ഹാവിങ് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പൊ ഒരു ടെസ്റ്റ് ഒക്കെ എഴുതി അതിന്റെ റിസൾട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ റിസൾട്ട് ഒക്കെ വന്നു. അപ്പൊ നമ്മൾ വീട്ടിൽ വന്ന് നമ്മുടെ സിസ്റ്ററോട് പറയാണ്, നീ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയും? യു ഹാവ് ബീൻ സെലക്റ്റഡ്. നീ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അപ്പം അത് ഒരു പാസീവ് വോയിസ് എന്ന് പറയുന്നത്. യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ നീ അങ്ങനെയല്ലേ മലയാളത്തിൽ പറഞ്ഞു നോക്കിക്ക്. നീ സെലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. വേറെ ആരോ അവളെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അല്ലെ. അപ്പൊ ആ ഒരു എക്സാം കഴിഞ്ഞു കുറെ ദിവസമായി, അതിന്റെ റിസൾട്ടും വന്നു. ഇപ്പൊ നമ്മൾ ആ വിവരം അറിയിക്കുകയാണ്. യു ഹാവ് ബീൻ സെലക്റ്റഡ്. ഇനി അവൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ പറയും? ഷീ ഹാസ് ബീൻ സെലക്റ്റഡ്. നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് എങ്ങനെ പറയും? വി ഹാവ് ബീൻ സെലക്റ്റഡ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംശയം തോന്നാം, ഇപ്പൊ യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാ യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്ന് പറയുന്നതെന്ന് അല്ലേ? അതിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു പരീക്ഷ എഴുതി, ആ എഴുതി കഴിഞ്ഞ ഉടനെ അവര് ആ റിസൾട്ട് അനൗൺസ് ചെയ്യാണ്. ഇപ്പൊ എക്സാം എഴുതി കഴിഞ്ഞതേ ഉള്ളൂ, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആ റിസൾട്ട് പറയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾക്ക് വന്ന് പറയാം യു ആർ സെലക്റ്റഡ് എന്ന്. കാരണം അത് ഇപ്പൊ ആ പ്രസന്റ് മൊമെന്റിൽ റിസൾട്ട് വന്ന കാര്യമാണ്. യു ആർ സെലക്റ്റഡ് എന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായോ? പക്ഷെ യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്ന് പറയുമ്പോൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അത് കുറച്ച് നേരത്തെ ആ റിസൾട്ട് വന്നു, കുറച്ച് പാസ്റ്റിലേക്ക് അത് പോയിട്ടുണ്ട്. ഈ ഒരു മൊമെന്റിലല്ല, കുറച്ച് നേരത്തെ ആ റിസൾട്ട് വന്നിട്ട് ആ വിവരം, അതായത് അതിനു മുമ്പ് നമ്മൾ എഴുതിയ ഒരു ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു പരീക്ഷയോ അല്ലെങ്കിൽ എന്തോ ആവട്ടെ, ആ ഒരു കാര്യത്തിന്റെ റിസൾട്ട് വന്നിട്ട് ആ വിവരം നമ്മൾ ഇപ്പൊ അറിയിക്കുകയാണ്. അപ്പൊ അത് പാസ്റ്റ് ആയിട്ടുമില്ല എന്നാ പ്രസന്റ് എന്ന് പറയാനും പറ്റൂല. ആ ഒരു രണ്ടും കെട്ട അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഹാവിന്റെയും ഹാസിന്റെയും പലവിധ മുഖങ്ങൾ നിങ്ങൾ കണ്ടില്ലേ, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ്
and share this video with your friends, and don't forget to put your valuable comments. So see you in the next video. Until then, you take care. Sadhguru Sharanam.